നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വേലൂർ തയ്യൂരിലെ മയിലാടിക്കുന്നിൽ ജനങ്ങളുടെ പ്രതിഷേധം അവഗണിച്ച് വീണ്ടും മണ്ണെടുപ്പ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ മണ്ണെടുപ്പ് തടഞ്ഞു. കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഏർപ്പെടുത്തിയ സമ്മാനോത്സവത്തിൽ ഫെബ്രുവരി നറുക്കെടുപ്പ് നടന്നു. CCTVയുടെ പുലിയന്നൂർ ഗാലക്സി കേബിൾ വിഷൻ ഉപഭോക്താവിനാണ് ഫെബ്രുവരിയിലെ സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ ലഭിക്കുക. റമദാൻ കാരുണ്യത്തിന്റെ 10 കടന്ന് പാപമോചനത്തിന്റെ 10ലേക്ക്. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളെല്ലാം പുറത്തു നൽകാനുള്ള പ്രാർത്ഥനയോടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരമായാണ് വിശ്വാസികൾ രണ്ടാമത്തെ 10 ദിവസങ്ങളിലെ വ്രതാനുഷ്ഠാനത്തെ കാണുന്നത്. യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പോലിത്തയും നിയുക്ത കാതോലിക്ക ബാവയും എപ്പിസ്കോപ്പൽ സുന്നഹദോസ് പ്രസിഡന്റുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി സന്ദർശിച്ച് പ്രാർത്ഥന നടത്തി. ഈ മാസം 25-ന് ലെബനോനിലാണ് സ്ഥാനാരോഹണ ചടങ്ങ്. നീണ്ടുകിടക്കുന്ന കടൽ തീരത്ത് 500 മീറ്റർ മാത്രം ഭിത്തി കെട്ടുന്നത് മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കാനാണെന്ന ആക്ഷേപം. ഭിത്തി നിർമ്മാണം നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് തൽക്കാലം നിർത്തിവെച്ചു. വേനൽ കടുത്തതോടെ വേലൂർ തയ്യൂരിൽ പുഴ വറ്റി വരളുന്നു. ആലുക്കൽ ചിറ പാലത്തിന് താഴെയുള്ള തടയണ തകർന്നതോടെ പുഴയിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത സാഹചര്യം. ഇതോടെ കർഷകരും പ്രതിസന്ധിയിൽ. വാർത്തകൾ വിശദമായി. മന്ദലാംകുന്ന് കിണർ ബീച്ചിൽ പ്രവർത്തിക്കുന്ന ചകിരി സംസ്കരണശാലയിൽ വൻ തീപിടുത്തം. ഗുരുവായൂർ, പൊന്നാനി എന്നിവിടത്തെത്തിയ 4 യൂണിറ്റ് അഗ്നിശമന സേന അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് 2 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത്. തേച്ചൻപുരയ്ക്കൽ നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ള TAK സൺസ് അഗ്രോ ഇൻഡസ്ട്രീസിലാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തീപിടുത്തമുണ്ടായത്. സംഭവ സമയം ജീവനക്കാർ ഫാക്ടറിക്കരികിലുള്ള പറമ്പിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാക്ടറിക്ക് സമീപത്തുള്ള ഇലക്ട്രിക് ട്രാൻസ്ഫോമറിനടുത്ത് നിന്നാണ് ആദ്യം പുക ഉയരുന്നത് കണ്ടത്. നിമിഷനേരം കൊണ്ട് തീ ആകെ പടർന്നു പിടിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും ഗുരുവായൂർ, പൊന്നാനി എന്നിവിടങ്ങളിൽ നിന്നുമെത്തിയ അഗ്നിശമന യൂണിറ്റും ചേർന്ന് 2 മണിക്കൂർ നേരത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വടക്കേക്കാട് അഡീഷണൽ SI യൂസഫും സംഘവും സ്ഥലത്തെത്തിയിരുന്നു. പൊന്നാനി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P. അബ്ദുൽ സലീം, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ AV അയ്യൂബ് ഖാൻ, ഗുരുവായൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബൈജു, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ഷാഫി എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിശമന ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകി. വാർഡ് മെമ്പർ ആലത്തൽ മൂസയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ഒപ്പം ചേർന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ചകിരികൾ കൊണ്ടുവന്ന് ഉണക്കി സംസ്കരിച്ച് നാരുകളാക്കി ക്ലീൻ ചെയ്ത ഫൈബറുകൾ കയറ്റി അയക്കുകയാണ് ഇവിടെ ചെയ്തിരുന്നത്. 60 ടണ്ണോളം ഇത്തരത്തിൽ ക്ലീൻ ചെയ്ത ഫൈബറുകൾ കത്തിയിട്ടുണ്ട്. ചുരുങ്ങിയത് 10 ലക്ഷം രൂപയോളം നഷ്ടം വന്നതായി ഉടമ നൌഷാദ് പറഞ്ഞു. ഫാക്ടറി ജീവനക്കാരനായ ബംഗാൾ സ്വദേശി 42 വയസ്സുള്ള ആലംഗീറിന് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ ചെറുതായി പൊള്ളലേറ്റു. പുന്നൂർക്കുളം ശാന്തി ഹോസ്പിറ്റലിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. വേലൂർ തയ്യൂരിലെ മയിലാടിക്കുന്നിൽ ജനങ്ങളുടെ പ്രതിഷേധം അവഗണിച്ച് വീണ്ടും മണ്ണെടുപ്പ്. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രദേശവാസികൾ മണ്ണെടുപ്പ് തടഞ്ഞു. കാലായി കഴിഞ്ഞ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ തയ്യൂർ സ്കൂളിൽ പോയിട്ടാണ് താമസിക്കുക. 1 മാസം അവർക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുണ്ട്. ഓരോ വർഷം മഴ പെയ്യുമ്പോൾ ഓരോ സ്ഥലത്തുണ്ടാവുന്ന ദുരന്തങ്ങൾ നന്നായിട്ട് അറിയാം. പിന്നെ നിങ്ങൾ തന്നെ അത് ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യാത്തത്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റാവുന്ന സൗകര്യമുള്ള സ്ഥലത്ത് പോയിട്ട് എടുത്തോ. ഇതിങ്ങനെ കുന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ സാധനം ഇടിയില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇതിന് താഴത്ത് ഒരുപാട് വീടുകൾ താമസിക്കുന്നുണ്ടല്ലേ. വേലൂർ പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശത്താണ് മയിലാടിക്കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇതിനോട് ചേർന്ന കുന്നത്തുപുരയ്ക്കൽ നഗറിൽ 40 പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പ്രദേശത്ത് കഴിഞ്ഞ പ്രളയകാലത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് മണ്ണൊലിപ്പ് തടയുന്നതിനായി 45 ലക്ഷം രൂപ ചെലവഴിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാതെ മണ്ണെടുപ്പ് നടത്താൻ പഞ്ചായത്ത് അനുമതി നൽകിയിട്ടുണ്ട്. വീട് നിർമ്മാണത്തിന് വേണ്ടിയാണ് മണ്ണെടുപ്പെന്നും പഞ്ചായത്ത് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണെടുപ്പിന് അനുമതി നൽകിയതെന്നും സെക്രട്ടറി പറയുന്നു. എന്നാൽ 940 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുവാനാവശ്യമായ മണ്ണെടുപ്പിനാണ് അനുമതി നൽകിയിട്ടുള്ളത്. നിലവിൽ ഇത് പൂർത്തിയാക്കിയതിനാൽ അനുമതിയുടെ കാലാവധി കഴിഞ്ഞെന്നും
വീണ്ടും മണ്ണെടുക്കേണ്ട സാഹചര്യമില്ലെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. സ്ഥലം ഉടമയ്ക്കു പകരം മണ്ണെടുക്കുന്നവരുടെ പക്കലാണ് അനുമതി നൽകിയതിന്റെ രേഖയുള്ളത്. ഇത്തരം കാര്യങ്ങൾ ദുരൂഹതയ്ക്ക് ഇടയാക്കുന്നുണ്ടെന്നും വീട് നിർമ്മാണത്തിന്റെ പേരിൽ മണ്ണ് കടത്തുവാനാണ് ശ്രമമെന്നും നാട്ടുകാരും യൂത്ത് കോൺഗ്രസും ആരോപിക്കുന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി ഇരു കൂട്ടരോടും ചർച്ചയ്ക്കായി സ്റ്റേഷനിലെത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. മണ്ഡലം സെക്രട്ടറി PH അൻസാർ, വൈസ് പ്രസിഡന്റ് A അഭിലാഷ്, KA അജീഷ്, CS ശരത്ത്, നിഖിൽ കണ്ണൻ, ശ്യാംകുമാർ ഉദയൻ എന്നിവർ മണ്ണെടുപ്പ് തടയുന്നതിന് നേതൃത്വം നൽകി. ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഏർപ്പെടുത്തിയ കേരള വിഷൻ സമ്മാനോത്സവം 2025 ഫെബ്രുവരി മാസത്തെ നറുക്കെടുപ്പ് നടന്നു. CCTVയുടെ പുലിയന്നൂർ ഗാലക്സി കേബിൾ വിഷൻ ഉപഭോക്താവിനാണ് ഫെബ്രുവരി മാസത്തെ സമ്മാനമായി ഇലക്ട്രിക് സ്കൂട്ടർ ലഭിക്കുക. ആദ്യ മാസത്തെ വിജയിയും CCTVയുടെ ഗുരുവായൂർ സ്കൈലൈൻ കേബിൾ നെറ്റ്വർക്ക് പരിധിയിൽ നിന്നായിരുന്നു. ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടറിന് 088935 എന്ന നമ്പർ അർഹമായി. 081, 821 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന നമ്പറുകൾക്കാണ് പ്രോത്സാഹന സമ്മാനം. തൃശൂരിൽ നടന്ന ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസിയാണ് ഭാഗ്യശാലികളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. ജനകീയവും സുതാര്യവുമായ പ്രവർത്തനങ്ങളിലൂടെ കോർപ്പറേറ്റ് കുത്തകകളെ പ്രതിരോധിച്ച് മുന്നേറുന്ന പ്രസ്ഥാനമാണ് കേരള വിഷൻ എന്ന് ഡെപ്യൂട്ടി മേയർ വിശേഷിപ്പിച്ചു. ഇപ്പോഴും സുതാര്യമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഉപകാരപ്രദമുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പിന്തുണ നൽകും. പ്രത്യേകിച്ച് ഞാൻ പക്ഷെ അതേസമയം തെറ്റായ രൂപത്തിൽ പറഞ്ഞാൽ അടിച്ചേൽപ്പിച്ചു പറയുകയും അതിന്റെ സ്വഭാവമാണ്. വളരെ സന്തോഷപ്രദമായി തന്നെ കേരള വിഷൻ നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് 3 മാസത്തിൽ ഒരിക്കൽ പ്രൈസ് എടുക്കുന്നു അല്ലേ? അത് 50 ലക്ഷത്തോളം 3 മാസത്തിൽ ഒരിക്കൽ നമ്മൾ കൊടുക്കുന്നു. എല്ലാ മാസം നടപടിപ്പെട്ട് 3 മാസത്തില് അത് 3 മാസത്തിൽ നമ്മൾ 50 ലക്ഷം ഇതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഞാനൊക്കെ നമുക്ക് എത്ര വരുമാനം ഇരിക്കും? കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, KCCL MD PP സുരേഷ് കുമാർ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാജൻ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി 50 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയാണ് തൃശൂർ കേരള വിഷൻ നടപ്പാക്കിയിരുന്നത്. 2025 ജനുവരി മുതൽ മാർച്ച് 31 വരെ മാസം തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും മറ്റ് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നൽകുന്നത്. ഇതിനായി ഓരോ 250 രൂപയുടെ വരിസംഖ്യയ്ക്കും ഓരോ സമ്മാന കൂപ്പണാണ് കേരള വിഷൻ വരിക്കാർക്ക് നൽകുന്നത്. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ സൂപ്പർ ബമ്പർ സമ്മാനമായി നൽകുന്നത് ഇലക്ട്രിക് കാറാണ്. കൂടാതെ 5 വീതം ഇൻവെർട്ടർ AC, വാഷിംഗ് മെഷീൻ, ആൻഡ്രോയിഡ് TV എന്നിവയും 5000 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. റമദാൻ കാരുണ്യത്തിന്റെ 10 കടന്ന് പാപമോചനത്തിന്റെ 10ലേക്ക് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളെല്ലാം പുറത്തു നൽകാനുള്ള പ്രാർത്ഥനയോടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരമായിട്ടാണ് വിശ്വാസികൾ രണ്ടാമത്തെ 10 ദിവസങ്ങളിലെ വ്രതാനുഷ്ഠാനത്തെ നോക്കിക്കാണുന്നത്. വ്രതാനുഷ്ഠാനം രണ്ടാമത്തെ 10ലേക്ക് കടന്നതോടെ ഇസ്ലാം മതവിശ്വാസികൾ കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകി. റമദാനിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ കാരുണ്യത്തിന്റെയും രണ്ടാമത്തെ 10 ദിവസങ്ങൾ പാപമോചനത്തിന്റെയും അവസാനത്തെ 10 ദിവസങ്ങൾ നരകമോചനത്തിന്റെയുമാണെന്നാണ് വിശ്വാസം. രണ്ടാമത്തെ 10ൽ ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ യുദ്ധം, മക്ക വിജയം എന്നിവയുടെ ഓർമ്മ ദിനങ്ങൾ കൂടിയാണ്. ചരിത്രത്തിന്റെ വഴിത്തിരിവ് കൂടിയായ ബദർ യുദ്ധം നടന്നത് റമദാൻ 17-നാണ്. അംഗബലത്തിൽ കുറഞ്ഞ സമൂഹം ദൈവവിശ്വാസത്തിന്റെ കരുത്തിൽ വിജയം നേടിയ ബദറിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ബദർ ദിനം ആചരിക്കുന്നു. അന്ന് പള്ളികളിലും വീടുകളിലും പ്രത്യേക പ്രാർത്ഥനകളും നോമ്പുതുറയും അന്നദാനവും സംഘടിപ്പിക്കാറുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത ശേഷം തിരിച്ച് മക്കയിലേക്ക് വന്ന ദിനമാണ് മക്ക ഫത്ത് അഥവാ മക്ക വിജയം എന്ന് പറയുന്നത്. ഇത് റംസാൻ 20-നാണ്. ഖുർആൻ പാരായണം ചെയ്തും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചും പാപമോചനത്തിന്റെ 10 ദിവസങ്ങൾ വിശ്വാസികൾ പള്ളികളിലും വീടുകളിലും സജീവമാകും. യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പോലിത്തയും നിയുക്ത കാതോലിക്ക ബാവയും എപ്പിസ്കോപ്പൽ സുന്നഹദോസ് പ്രസിഡന്റുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത ആർത്താട് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി സന്ദർശിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ഈ മാസം 25-ന് ലബനോനിൽ വെച്ച് മെത്രോപ്പൊലിത്തയെ ഇന്ത്യയിലെ യാക്കോബായ സുറിയാനി സഭയുടെ പ്രാദേശിക തലവൻ കത്തോലിക്ക ബാവിയായി വാഴിക്കൽ ചടങ്ങ് നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ആർത്താറ്റ് സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന
അന്തോക്കിയ സിംഹാസന പ്രതിനിധി മോർ സ്ലൈബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ അനുഗ്രഹം നേടാനായാണ് കബറിങ്കൽ എത്തിയത്. കബറിടത്തിൽ ധൂപപ്രാർത്ഥന നടത്തിയ അദ്ദേഹം കാലം ചെയ്ത പൗലോസ് മോർ സേവറിയോസ് മെത്രോപൊലിത്തയുടെ കബറിടത്തിലും ദിവംഗതരായ വൈദികരുടെ കല്ലറകളിലും ധൂപപ്രാർത്ഥന നടത്തി. വിശ്വാസികളെ കൈമുത്തും നടത്തി. വിശ്വാസികൾ നിയുക്ത കത്തോലിക്ക ബാവയോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ബുധനാഴ്ച രാവിലെ പള്ളിയിലെത്തിയ മെത്രോപൊലിത്തയ്ക്ക് ഫാദർ ജിബിൻ ചാക്കോ കത്തിച്ച മെഴുകുതിരി നൽകി. ഫാദർ രാജൻമാണി കോർ എപ്പിസ്കോപ്പ, ഫാദർ സ്ലീബ കാട്ടുമങ്ങാട് കോർ എപ്പിസ്കോപ്പ, വൈദികരായ ഫാദർ ജയേഷ് ജേക്കബ്, ഫാദർ ബാബു ജോസഫ്, ഫാദർ സിജി മാത്യു, ഫാദർ മനു തങ്കച്ചൻ എന്നിവരും ഭരണസമിതി അംഗങ്ങളും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. ലബനോനിൽ നടക്കുന്ന കത്തോലിക്ക വാഴ്ചയ്ക്കായി സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ വിവിധ കക്ഷികളുടെ MLA-മാരുൾപ്പെടുന്ന 7-അംഗ പ്രതിനിധി സംഘത്തെ അയക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പരിപാടിയുടെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന് കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ തുടക്കമായി. ക്യാമ്പയിനിന്റെ ഭാഗമായി പഞ്ചായത്തിലെ 14-ാം വാർഡിൽ പാണൻതോട് പുനരുദ്ധാരണ പ്രവർത്തന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം രമ ബാബു അധ്യക്ഷയായി. തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ VV രേഷ്മ പദ്ധതി വിശദീകരണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ രനേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ശരത് രാമനുണ്ണി, PK അസീസ്, തൊഴിലുറപ്പ് മാറ്റ് സ്വപ്ന, തൊഴിലുറപ്പ് പദ്ധതി ഓവർസിയർ VA അരുൺ എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളും പ്രദേശനിവാസികളും പൊതുപ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. പാണൻതോടിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ പ്രാരംഭഘട്ടം എന്ന രീതിയിൽ ജനകീയ പങ്കാളിത്തത്തോടെ തോടിന്റെ നീരൊഴുക്ക് വീണ്ടെടുക്കാനുള്ള പ്രവർത്തികളാണ് ആരംഭിച്ചത്. കയർ ഭൂവസ്ത്രം വിരിക്കുന്നതുൾപ്പെടെയുള്ള തുടർ പ്രവർത്തനങ്ങൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കും. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കുനുമുച്ചി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഈ അധ്യയന വർഷം ബ്രാഞ്ച് പരിധിയിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. കുനുമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ലാൽ ബാബു മാസ്റ്റർ അധ്യക്ഷനായി. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ്, അധ്യാപക സംഘടനാ നേതാവ് സെബി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ദീർഘകാലത്തെ അധ്യാപന രംഗത്തെ സേവനത്തിന് ശേഷം ഈ വർഷം വിരമിക്കുന്ന കുനുമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ ഷിനി കെ പുത്തൂർ, CA ഷീല, LC പോൾ ആളൂർ, VP മെല്ലി, മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫെബി പീറ്റർ, ചൂണ്ടൽ ലേഡി മാക്ലറ്റ് ഗേൾസ് ഹൈസ്കൂളിലെ AL റീന എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. വേനൽ കടുത്തതോടെ വേലൂർ തയ്യൂരിൽ പുഴ വറ്റി വരളുന്നു. ആലുക്കൽ ചിറ പാലത്തിന് താഴെയുള്ള തടയണ തകർന്നതോടെ പുഴയിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാതെ സാഹചര്യമാണ്. ഇത് മേഖലയിലെ കാർഷിക വൃത്തിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. 35 വർഷം മുമ്പാണ് തയ്യൂർ ആലുക്കൽ ചിറ പാലവും അതിനോട് ചേർന്ന് തടയണയും നിർമ്മിച്ചത്. കാലപ്പഴക്കത്താൽ പാലത്തിനോടൊപ്പം തടയണയും തകർന്നു. കടുത്ത വേനലിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാതെ കർഷകർ ഇപ്പോൾ പ്രതിസന്ധിയിലാവുകയാണ്. ആയിരത്തി 1989 KS നാരായണൻ നമ്പൂതിരി MLA ആയിരുന്ന കാലത്ത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുത്തിയാണ് എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറപ്പാലം നിർമ്മിച്ചത്. കൃഷിക്ക് ജലസേചനം നടത്തുന്നതിനായി പാലത്തിനോടൊപ്പം കോൺക്രീറ്റ് തടയണ നിർമ്മിച്ച് പലകകളിട്ട് വെള്ളം തടഞ്ഞു നിർത്തുവാനുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. കാലപ്പഴക്കത്താൽ പാലത്തിന്റെ തൂണുകളും കൈവരികളും തടയണയുടെ ഭീമുകളും തകർന്നു. തടയണയിലെ പലകകൾ കാലവർഷത്തിലെ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. ഭീമുകൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു വീണതിനാൽ പുതിയ പലകകളിട്ട് വെള്ളം തടഞ്ഞു നിർത്തുവാനും കഴിയാത്ത അവസ്ഥയിലാണ്. തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചതിനാൽ പാലവും അപകടാവസ്ഥയിലായി. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് AC മൊയ്തീൻ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി 2023 സംസ്ഥാന ബജറ്റിൽ 5,12 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നു മുതൽ പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആദ്യം കുറേശ്ശെ വെള്ളം കിട്ടിയിരുന്നു, വെള്ളം തീരെ വെള്ളം കിട്ടുന്നില്ല. പിന്നെ ഇപ്പോൾ ഇത് പണി തുടങ്ങിയിട്ട് കുറേ കാലമായി. ആദ്യം ചീപ്പ് ഞെറയിട്ട പണിയുണ്ട്, പിന്നീട് അത് പാലാക്കി നമ്മുടെ KS നാരായണ നമ്പറിലുള്ളപ്പോഴാണ് പിന്നെ പാലാക്കി മാറ്റിയത്. ഇങ്ങനെയുള്ള അവസ്ഥകളായിട്ട് കുറേ വർഷമായി നിൽക്കുന്നു. കർഷകർ വളരെ ബുദ്ധിമുട്ടിലാണ്. എരുമപ്പെട്ടി കടങ്ങോട് പ്രദേശങ്ങളിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എളുപ്പമാർഗമായതിനാലും റോഡ് BMBC നിലവാരത്തിൽ പണിതതിനാലും ആംബുലൻസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. പഞ്ചായത്തിന്റെ നിരോധന ഉത്തരവ് ലംഘിച്ച് ക്രഷറുകളിൽ നിന്ന് അമിതഭാരം കയറ്റിയുള്ള ടോറസ് ടിപ്പറുകളും അപകടാവസ്ഥയിലായ പാലത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്.
എരുമപ്പെട്ടിനെയും വേലൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലാണിത്. ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് കുറേ കാലമായി. കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പണികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും ഇതിനൊന്നും മുന്നോട്ടേക്ക് യാതൊരു ഇതും നടക്കുന്നില്ല. ഇപ്പോഴും ഇങ്ങനെ മണ്ണ് പരിശോധന, സ്ഥലം വിളവെടുപ്പ് ഇതൊക്കെ നടക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും കാണാനില്ല. ഇവിടുത്തെ കൃഷിക്കാർക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ട ഒരു തടയണയൊക്കെ ഉണ്ടായിരുന്ന ഒരു പാലമായിരുന്നു ഇത്. പാലവും തടയണയും ഒരുമിച്ചുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ പണികളൊന്നും നടക്കുന്നില്ല. എത്രയും വേഗം ഇതിൻ്റെ പണികൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളിലെ കർഷകർ നെൽകൃഷിക്കും വാഴ, പച്ചക്കറി കൃഷികൾക്കും പുഴയിലെ വെള്ളത്തെ ആശ്രയിക്കുന്നുണ്ട്. മതിയായ വെള്ളം ലഭിക്കാത്തതിനാൽ പലരും കൃഷി ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ തടയണയും നിർമ്മിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. എന്നാൽ ടെൻഡർ നടപടികളിലേക്ക് പോലും ഇതുവരെ കടന്നിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പൊക്ക് നയമാണ് നിർമ്മാണം വൈകുന്നതിന് ഇടയാക്കുന്നതെന്നും ആരോപണമുണ്ട്. അളവെടുപ്പും മണ്ണിന്റെ ബലപരീക്ഷണവും പലയാവർത്തി നടന്നു. എന്നാൽ പദ്ധതി ഇപ്പോഴും കടലാസിൽ മാത്രമാണ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പദ്ധതി വൈകാൻ ഇടയാക്കുന്നത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിമിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. നീണ്ടുകിടക്കുന്ന കടൽ തീരത്ത് 500 മീറ്റർ മാത്രം ഭിത്തി കെട്ടുന്നത് മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കാനാണെന്ന ആക്ഷേപം. ഭിത്തി നിർമ്മാണം നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് തൽക്കാലം നിർത്തിവെച്ചു. അണ്ടത്തോട് മുതൽ പെരിയമ്പലം ബീച്ച് ഭാഗത്തേക്കുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. 4.5 കോടി രൂപ ചെലവിൽ 500 മീറ്റർ ദൂരമാണ് നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിന് ശാസ്ത്രീയ പഠനം നടത്തിയില്ലെന്നും ബീച്ചിൽ പുളിമുട്ട് സംവിധാനമാണ് വേണ്ടതെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഭിത്തി കെട്ടൽ പ്രായോഗികമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഭിത്തി കെട്ടലല്ല, പുളിമൂട്ട് കെട്ടി ഒരു മിനി ഹാർബർ പോലെ ആവും ഈ പുളിമൂട്ട് കെട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ പ്രദേശത്തുള്ള വഞ്ചിക്കാരും വലിയ വഞ്ചിക്കാരും ചെറു വഞ്ചിക്കാർക്കും ഒക്കെ വന്ന് മത്സ്യം വിൽക്കാനും മത്സ്യം പിടിക്കാൻ പോകാനും ഒക്കെ അവസരം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കടൽ ഭിത്തി വേണ്ടേ വേണ്ട. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് പുളിമൂട്ട് കെട്ടലാണ്. മലപ്പുറം ജില്ലയിലെ തീരങ്ങളിലെ അശാസ്ത്രീയ സംരക്ഷണ ഭിത്തിയുടെ ഫലമാണ് ഇവിടെ കടലേറ്റം രൂക്ഷമായതെന്നും സമാന രീതിയിൽ തന്നെ ഭിത്തി നിർമ്മിച്ചാൽ സ്ഥിതി കൂടുതൽ ഭീകരമാകുമെന്നും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU സംസ്ഥാന വൈസ് പ്രസിഡന്റും പുന്നൂർക്കുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK മൊയ്തുണ്ണി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കരിങ്കല്ലുകൾ ഇറക്കി നിർമ്മാണം ആരംഭിച്ചത്. ഭിത്തികെട്ടൽ നിർബന്ധമെങ്കിൽ ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കാട് കരിങ്കല്ല് പാകിയ സ്ഥലത്തുനിന്നും ആരംഭിക്കണമെന്നും ഇവർ പറഞ്ഞു. നിർമ്മാണത്തിന് കരിങ്കല്ലുമായി എത്തിയ ലോറിയെ തടയുകയും ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെയും MLA-മാരെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അധികൃതരെയും കാണുവാൻ തീരുമാനിച്ചതായും ഇവർ പറഞ്ഞു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം എന്നോണം ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാവരെയും വിളിച്ച് ലീഡർഷിപ്പിലുള്ളവരെ വിളിച്ച് ഇവിടെ ബീച്ചിൽ വെച്ച് തന്നെ ഒരു യോഗം ചേർന്നു. അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കാണാനും MLA-നെ കാണാനും സംസാരിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. നാളെ അവരുമായി MLA-യുമായി അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ട് അതിലെ കാര്യങ്ങൾ ഞങ്ങൾ ആശങ്ക അറിയിക്കും. അഡീഷണൽ ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. ഭിത്തി നിർമ്മാണത്തിനായി സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നു. ഇപ്പോൾ ആദ്യഘട്ട പ്രവൃത്തികളായ കരിങ്കല്ലുകൾ പടുത്തുയർത്തുന്ന പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 1 കോടിയിലധികം രൂപയും 600 മീറ്ററോളം തീരവും പെരിയമ്പലത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയധികം നാശനഷ്ടങ്ങളുണ്ടായ ബീച്ചിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമ്പോൾ NCCR ദേശീയ തീരദേശ ഗവേഷണ കേന്ദ്രം പഠനം നടത്തിയില്ലെന്നാണ് ആരോപണം. ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കാട് മുതൽ പെരിയമ്പലം വരെയാണ് ശക്തമായ കടലേറ്റം ഉണ്ടാകാറുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 3.5 മീറ്ററും കരയിൽ നിന്ന് 2 മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന ഭിത്തിയുടെ തറഭാഗം 21 മീറ്ററും മുകൾ ഭാഗം 2 മീറ്ററും വീതിയുണ്ടാകും. ശക്തമായ തിരമാലകളെ തടയുവാൻ വേണ്ടി അടിയിൽ നിന്നും മുകളിലേക്ക് വീതി കുറച്ചു കൊണ്ടുവന്ന് ചെരിച്ചാണ് നിർമ്മിക്കുന്നത്. MLA, മറ്റു ജനപ്രതിനിധികൾ, പ്രദേശവാസികൾ എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ നിർദ്ദേശപ്രകാരമാണ് പ്രോജക്ട് നടപ്പിലാക്കുന്നതെന്നും നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതിനാൽ ഇനി മാറ്റം വരുത്താൻ സാധ്യമല്ലെന്നും അഡീഷണൽ ഇറിഗേഷൻ വിഭാഗം പറഞ്ഞു. മലയാളത്തിന്റെ ആദ്യ ദിനപത്രമായ ദീപിക ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡിനെ മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറിയും കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റുമായ KP സാക്സിനെ തെരഞ്ഞെടുത്തു. ആതുര സേവന രംഗത്ത് മികച്ച സംഭാവനകളും പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് അംഗീകാരം. കുന്നംകുളം മലങ്കര സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സെക്രട്ടറി KP സാക്സൺ കഴിഞ്ഞ 33 വർഷമായി മേഖലയിലെ വ്യാപാര സംഘടനയായ
ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അമരക്കാരനായി തുടരുകയാണ്. 2 വർഷം മുമ്പാണ് മലങ്കര ആശുപത്രി സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിലൂടെ മലങ്കര ആശുപത്രിയെ മികവുള്ളതാക്കി മാറ്റുവാൻ നേതൃത്വപരമായ പങ്കുവഹിച്ചു. 102 ഡോക്ടർമാർ ഉൾപ്പെടെ 700-ൽ പരം ജീവനക്കാരാണ് ഈ കാലയളവിൽ മലങ്കര ആശുപത്രിയിൽ സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്നത്. പാമ്പ് കടിയേറ്റവർക്കുള്ള വിഷചികിത്സ, കാർഡിയാക്, ന്യൂറോ ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം 24 മണിക്കൂറും മലങ്കര ആശുപത്രിയിൽ ലഭ്യമാണ്. മാമോഗ്രാം ഉൾപ്പെടെ ക്യാൻസർ ചികിത്സയും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. 65 കിടക്കകളും 2 മിനി ഓപ്പറേഷൻ തിയേറ്ററുമായി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കാഷ്വാലിറ്റി യൂണിറ്റും അടുത്ത കാലത്തായി ഈ ആതുരാലയത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. മലങ്കര ആശുപത്രിയെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ നേതൃത്വപരമായി പങ്കുവഹിച്ചതിനാണ് KP സാക്സനെ ദീപിക ദിനപത്രം ബെസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവാർഡ് നൽകി ആദരിക്കുന്നത്. മാർച്ച് 15 ശനിയാഴ്ച വൈകിട്ട് തൃശൂർ കാസിനോ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനിൽ നിന്നും അവാർഡ് സ്വീകരിക്കും. തൃശൂർ മേയർ MK വർഗീസ്, തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ തിരിച്ചറിയൽ കാർഡ് വിതരണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും കുന്നംകുളത്ത് നടന്നു. ഒനിറോ ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം തിരിച്ചറിയൽ കാർഡ് നൽകിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റ് അനിൽ തൂമ്പയിൽ നിർവഹിച്ചു. ഡയാലിസിസ് കിറ്റ് വിതരണ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി ലിജോ P. ജോസഫ്, കുന്നംകുളം മേഖലാ കാരുണ്യ പ്രവർത്തന കോർഡിനേറ്റർ CJ ഫ്രാൻസിസ് നൽകി നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് PY റാഫിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി CG ടൈറ്റസ് മുഖ്യപ്രഭാഷണം നടത്തി. മേഖലയിലെ 4 യൂണിറ്റുകളുടെ സംയുക്ത കാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു. ജില്ലാ ട്രഷറർ സുനിൽ ബ്ലാക്ക്സ്റ്റോൺ, മേഖലാ ഇൻചാർജർ ഷാജി ലെൻസ്മാൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MJ സിജോ, ജില്ലാ ഇൻഷുറൻസ് കോർഡിനേറ്റർ രമേശ് കാളിയത്ത്, ജില്ലാ കമ്മിറ്റി അംഗം UB പ്രബലൻ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി NM നൌഷാദ് സ്വാഗതവും ട്രഷറർ ജോജിൻ രാജ് നന്ദിയും പറഞ്ഞു. ഇഫ്താർ വിരുന്നോടുകൂടിയാണ് ചടങ്ങിന് സമാപനമായത്. എളവള്ളി പഞ്ചായത്ത് തല പഠനോത്സവം വാഗ മാലതി UP സ്കൂളിൽ നടന്നു. എളവള്ളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് EO സോജൻ അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപിക KP ഷീജ, അധ്യാപക പ്രതിനിധികളായ സ്മിത, മിനി, മദർ PTA പ്രസിഡന്റ് ബുഷറ ജമാൽ എന്നിവർ സംസാരിച്ചു. പാഠ്യേതര മേഖലകളിലുള്ള മികവുകൾ പഠനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചു. റമദാൻ വിപണിക്കായി പാടൂർ കൃഷി കൂട്ടായ്മയുടെ തോട്ടത്തിൽ വിളഞ്ഞ കിരൺ തണ്ണിമത്തൻ വിളവെടുപ്പിൽ നടന്നു. പാടൂർ കൃഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഷംസുദ്ദീൻ മരക്കാറിന്റെ ഉടമസ്ഥതയിലുള്ള 1.5 ഏക്കർ വരുന്ന സ്ഥലത്താണ് കിരൺ നൂറുമേനി വിളവ് ലഭിച്ചത്. ഇതിനു പുറമെ പച്ചക്കറികളായ തക്കാളി, മത്തൻ, വെണ്ട, പപ്പായ, പച്ചമുളക്, വെള്ളരി, പയർ, വിവിധ തരത്തിലുള്ള ചീരകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയും കൃഷി ചെയ്യുന്നുണ്ട്. റംസാൻ മാസത്തിൽ നോമ്പുതുറയിലെ പ്രധാന ഇനങ്ങളിലൊന്നായ കിരൺ തണ്ണിമത്തൻ 40 മുതൽ 60 ദിവസത്തിനുള്ളിൽ പൂർണ്ണ വളർച്ചയെത്തിയാണ് വിളവെടുപ്പിന് പാകമാകുന്നത്. തരിശായി കിടന്നിരുന്ന തെങ്ങിൻ പറമ്പിലും നല്ല വിളവ് ലഭിക്കുവാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കർഷക കൂട്ടായ്മ. പൂർണ്ണമായി ജൈവവളത്തിലാണ് കൃഷി നടത്തിയിരിക്കുന്നത്. കൃഷിയിൽ നിന്നും മികച്ച വിളവ് ലഭിക്കുന്നുണ്ടെങ്കിലും വിപണി കണ്ടെത്താൻ സാധിക്കാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കിരണും തണ്ണിമത്തനും ഞങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാക്കി. അതിന് നല്ല ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി. ഇപ്രാവശ്യം അത് വളരെ ഭംഗിയായിട്ട് പോയി. ഇപ്പോൾ അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞൊരു വലിയൊരു പരീക്ഷണം കൂടെയാണ് നടത്തിയത്. ആ പരീക്ഷണം നല്ല വിജയമാണ്. തീർച്ചയായും ഇത് അടുത്ത റംസാനോട് കൂടിയിട്ട് അല്ലെങ്കിൽ അടുത്ത റംസാൻ കാലത്തോ അല്ലെങ്കിൽ കൂടുതൽ ചൂടുണ്ടാവുന്ന കാലത്തോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് കൂട്ടായ്മ പ്രസിഡന്റ് PV അലിയും സ്ഥല ഉടമ ഷംസുദ്ദീൻ മരക്കാറും എല്ലാ ദിവസവും കൃഷിയുടെ പുരോഗതി വിലയിരുത്തുന്നു. വിഷുവിന് വിളവെടുക്കാനായി കണിവെള്ളരിയും തോട്ടത്തിലൊരുങ്ങുന്നുണ്ട്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിന്റെയും ഏറ്റവും നല്ല കൃഷി കൂട്ടായ്മയ്ക്കുള്ള പുരസ്കാരവും പാടൂർ കൃഷി കൂട്ടായ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ജനങ്ങളെയും എല്ലാ സുഹൃത്തുക്കളെയും നമ്മൾ ഈ ജൈവ കൃഷി സംരംഭത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് വിളവ് കുറച്ച് കുറവായിരിക്കും, ചിലപ്പോൾ ഒരു കുത്തൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും നമ്മൾ ജൈവ കൃഷി സംവിധാനം വിടരുത്. അതിനെ പൂർണ്ണമായിട്ടും ഈവന്റ് വർക്കേഴ്സ് യൂണിയൻ CITU തൃശൂർ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണം കുന്നംകുളം അർബൻ ബാങ്ക് ഹാളിൽ നടന്നു. മെമ്പർഷിപ്പ് വിതരണവും തുടർന്നുള്ള യോഗത്തിന്റെ ഉദ്ഘാടനവും EW ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷനായി. CITU കുന്നംകുളം ഏരിയ പ്രസിഡന്റ് മുരളീധരൻ, EWU ജില്ലാ ട്രഷറർ KM റോയ്, ജില്ലാ വൈസ് പ്രസിഡന്റ് KC സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മനോജ് ബേബി സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം കുഞ്ഞുമോൻ നന്ദിയും പറഞ്ഞു.
പോർക്കുളം പഞ്ചായത്ത് അഗതിയൂരിലെ കലവർണ്ണക്കുളം നവീകരിക്കുന്നു. നഗരസഞ്ചയ പദ്ധതിയിൽ നിന്ന് 80 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആദ്യഘട്ട നവീകരണ പ്രവർത്തികൾ നടത്തുന്നത്. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി.കെ. വാസു നിർമ്മാണ ഉദ്ഘാടനം നടത്തി. അസിസ്റ്റന്റ് എഞ്ചിനീയർ മേരി ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് മെമ്പർ സിന്ധു ബാലൻ, പഞ്ചായത്ത് മെമ്പർമാരായ നിമിഷ വിഗീഷ്, സുധന്യ സുനിൽകുമാർ, ബിജു കോലാടി, കെ.എ. ജ്യോതിഷ്, രേഖ ജയരാമൻ, വിജിത പ്രജി, പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ് എന്നിവർ സംസാരിച്ചു. ആദ്യഘട്ടത്തിൽ കുളത്തിലെ ചണ്ടിയും പായലും നീക്കി അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ ചേറും മണ്ണും നീക്കം ചെയ്ത് ജലസംഭരണശേഷി വർദ്ധിപ്പിക്കുകയും കുളത്തിനു ചുറ്റുമുള്ള റീറ്റേൺ വാളിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുകയുമാണ് ചെയ്യുന്നത്. രണ്ടാം ഘട്ടത്തിൽ കുളക്കടവും നീന്തൽ പരിശീലന സൗകര്യവും കുളത്തിന്റെ ചുറ്റും സംരക്ഷണവേലിയും കട്ടവിരിക്കലുമാണ് പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. ചാവക്കാട് ബ്ലാങ്ങാട് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ നഗരസഭാതല പഠനോത്സവവും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രഖ്യാപനവും നടന്നു. മണത്തല പള്ളിത്താഴം പരിസരത്തു സംഘടിപ്പിച്ച പഠനോത്സവം ചാവക്കാട് നഗരസഭ ഉപാധ്യക്ഷൻ കെ മുബാറക് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ അധ്യക്ഷയായി. സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതി നഗരസഭാതല പ്രഖ്യാപനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PM ജയശ്രീ നിർവഹിച്ചു. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഷൈജു PS പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് കൗൺസിലർമാരായ ഹുസൈൻ, KP രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. വിശിഷ്ടാതിഥികൾക്കു നൽകിയ പൂക്കളുടെ നിറമാറ്റത്തെക്കുറിച്ചും അതിൻ്റെ ശാസ്ത്രീയ കാരണവും പറഞ്ഞ് കൊച്ചുമിടുക്കർ സദസ്സിൻ്റെ കയ്യടി നേടി. വിവിധ ഭാഷകളിലെയും ഗണിതം, ശാസ്ത്രം എന്നിവയിലെയും പ്രാവീണ്യം തെളിയിക്കുന്ന കുട്ടികളുടെ അക്കാദമിക അവതരണങ്ങളും നിർമ്മിത ബുദ്ധിയാൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തോട് കുട്ടികളും നാട്ടുകാരും നടത്തിയ ചോദ്യോത്തരവേളയും ശ്രദ്ധേയമായി. PTA പ്രസിഡന്റ് വിവിധ സ്കൂൾ പ്രവർത്തനങ്ങളുടെ അവലോകനം നടത്തി. ഹെഡ്മിസ്ട്രസ് CD വിജി സ്വാഗതവും MPTA പ്രസിഡന്റ് തൻസിയത്ത് മുഹസിൻ നന്ദിയും പറഞ്ഞു. CPM-ന്റെയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെയും മുതിർന്ന നേതാവും രാജ്യസഭ MP-യുമായിരുന്ന CO പൗലോസ് മാസ്റ്ററുടെ 12ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണത്തിന്റെ ഭാഗമായി ബ്രാഞ്ചുകളിൽ അനുസ്മരണ യോഗം നടത്തി. ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ്, CF രാജൻ, RA അബ്ദുൽ ഹക്കീം, AC രമേശ്, കൃഷ്ണൻ തുപ്പത്ത്, KB ബിജു എന്നിവർ സംസാരിച്ചു. വെളിയങ്കോട് മുക്കിലേറ തോട് കെട്ടി റോഡും തോടും സംരക്ഷിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ കോൺക്രീറ്റിംഗ് പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ AK സുബേറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവൃത്തി നടത്തുന്നത്. വെളിയങ്കോട് പഞ്ചായത്തിലെ 12ാം വാർഡിൽ റോഡ് ഇടിഞ്ഞും തോടിലൂടെ ഒഴുക്കില്ലാത്തതിനാൽ കിലോമീറ്ററുകൾ വെള്ളം കെട്ടിനിന്ന് ഉണ്ടായിരുന്ന അപകടാവസ്ഥയ്ക്ക് ഇതോടെ പരിഹാരമാകും. എനിക്ക് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് മാറഞ്ചേരി വെളിയങ്കോട് പഞ്ചായത്തിലെ 12ാം വാർഡിൽ ഏറെക്കാലത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാര പദ്ധതി ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി തന്നെ വെള്ളം കൃത്യമായി ഒഴുകിപ്പോവാത്തൊരു സാഹചര്യം, അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്ന റോഡ് ഇടിയുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വിനീതനായ ഞാൻ ബഹുമാന്യ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു ഫണ്ട് ഈ പ്രദേശത്തേക്ക് വകയിരുത്താൻ കാരണം. ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി നടക്കുന്നത് എന്ന് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. റോഡ് നിലനിർത്തുന്നതിനും തോട് സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു പദ്ധതിയുടെ കൊണ്ടുവരുന്നത്. സ്വർണ്ണവില ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 865 രൂപ, സ്വർണം പവന് 64,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചർമ്മംകുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപിക ചങ്ങനാശ്ശേരി മാമൂട് എതിത്തറ വലിയകത്തിൽ ജേക്കബ് മത്തിയാസ് ഭാര്യ എലിയാമ MP നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം മാമൂട് ലൂർദുമാത പള്ളി സെമിത്തേരിയിൽ നടന്നു. സ്മിത, സുനു, സുസ്മി എന്നിവർ മക്കളാണ്. കോട്ടപ്പടി ഇരിങ്ങപ്പുറം പൂക്കോട്ടിൽ സുകുമാരൻ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു. പ്രേമ ഭാര്യയും പ്രശാന്ത്, പ്രകേഷ് എന്നിവർ മക്കളുമാണ്.
പഴഞ്ഞി കരിക്കാട് സ്വദേശിയായ തൃശൂർ ലാലൂർ റോഡ് പുലിക്കോട്ടിൽ അമ്മണി നിര്യാതയായി. 85 വയസ്സായിരുന്നു. അവിവാഹിതയാണ്. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 പടിഞ്ഞാറേക്കോട്ട സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്നു. വടക്കേക്കാട് വട്ടമ്പാടം ICS സ്കൂളിന് കിഴക്ക് കൊങ്ങണം വീട്ടിൽ മൊയ്തീൻ കുഞ്ഞ് മുസ്ലിയാരുടെ മകൻ ദാറുസലാം അബ്ദുള്ള കുട്ടി ഹാജി നിര്യാതനായി. 77 വയസ്സായിരുന്നു. ദീർഘകാലം ഖത്തറിൽ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായിരുന്നു. ഖത്തർ KMCC സിജി, പ്രവാസി ഇന്ത്യൻ സർവീസ്, ലീഗൽ സർവീസ് സെന്റർ തുടങ്ങി നിരവധി സംഘടനകളിൽ നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഖബറടക്കം യമനങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. സഫിയ ഭാര്യയും റുക്നുദ്ദീൻ, റഹ്മദ്ദീൻ, റൈഹാന, റുക്സാന എന്നിവർ മക്കളുമാണ്. വാഗ കാണിയത്ത് വേലു മകൻ ശങ്കരൻ നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി വാതക ശ്മശാനത്തിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. വേലൂർ തയ്യൂരിലെ മയിലാടിക്കുന്നിൽ ജനങ്ങളുടെ പ്രതിഷേധം അവഗണിച്ച് വീണ്ടും മണ്ണെടുപ്പ്. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നാട്ടുകാർ മണ്ണെടുപ്പ് തടഞ്ഞു. ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഏർപ്പെടുത്തിയ കേരള വിഷൻ സമ്മാനോത്സവത്തിൽ ഫെബ്രുവരി നറുക്കെടുപ്പ് നടന്നു. CCTVയുടെ പുലിയന്നൂർ ഗാലക്സി കേബിൾ വിഷനിലെ ഉപഭോക്താവിനാണ് ഫെബ്രുവരിയിലെ സമ്മാനമായി ഇലക്ട്രിക് സ്കൂട്ടർ ലഭിക്കുക. റമദാൻ കാരുണ്യത്തിന്റെ 10 കടന്ന് പാപമോചനത്തിന്റെ 10ലേക്ക്. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തെറ്റുകളെല്ലാം പുറത്തു നൽകാനുള്ള പ്രാർത്ഥനയോടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരമായിട്ടാണ് വിശ്വാസികൾ രണ്ടാമത്തെ 10 ദിവസങ്ങളിലെ വ്രതാനുഷ്ഠാനത്തെ കാണുക. യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പോലിത്തയും നിയുക്ത കാതോലിക്ക ബാവയും എപ്പിസ്കോപ്പൽ സുന്നഹദോസ് പ്രസിഡന്റുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളി സന്ദർശിച്ച് പ്രാർത്ഥന നടത്തി. ഈ മാസം 25-ന് ലെബനോനിലാണ് സ്ഥാനാരോഹണ ചടങ്ങ്. പെരിയമ്പലത്ത് നീണ്ടുകിടക്കുന്ന കടൽ തീരത്ത് 500 മീറ്റർ മാത്രം ഭിത്തി കെട്ടുന്നത് മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കാനാണെന്ന ആക്ഷേപം. ഭിത്തി നിർമ്മാണം നാട്ടുകാർ എതിർപ്പിനെ തുടർന്ന് തൽക്കാലം നിർത്തിവെച്ചു. വേനൽ കടുത്തതോടെ വേലൂർ തയ്യൂരിൽ പുഴ വറ്റി വരളുന്നു. ആലുക്കൽ ചിറ പാലത്തിന് താഴെയുള്ള തടയണ തകർന്നതോടെ പുഴയിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത സാഹചര്യം. ഇതോടെ കർഷകരും ദുരിതത്തിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.